അസ്സലാമു അലൈക്കും മക്കളെ. എന്തൊക്കെ സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാഹ് എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെയാണ്. പിന്നെ ഇന്ന് ഞാൻ പറയണം എന്താ വെച്ചെങ്കിൽ നമ്മൾ അഫാൻ്റെ കാര്യമാണ് കേട്ടോ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ അവനെയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ആത്മഹത്യക്ക് ശ്രമിച്ച് ആസ്പത്രിയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അവൻ്റെ വക്കീൽ പോയി കണ്ടെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ കൂടെ വരുന്നുണ്ട്. അതായത് കണ്ണിൻ്റെ കൃഷ്ണാമണി ഇല്ല, വെറും വെള്ളം മാത്രമേ കാണുന്നുള്ളൂ, അതേമാതിരി കഴുത്ത് ഒടിഞ്ഞ് കിടക്കണ മാതിരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനവൻ ചെയ്തത് അവനവന് തന്നെ തിരിച്ച് വരുന്ന കണ്ടില്ലേ. പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്രയും 5 എണ്ണത്തിനെ കൊന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എലിവിഷം പിടിച്ചിട്ടാണ് പോയിക്കണത്. എന്നിട്ടും ജീവൻ പോയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് തെളിവെടുപ്പിന് ഇറക്കുന്ന ആ സമയം മുമ്പ് അവിടുന്ന് ഇതേമാതിരി ബാത്റൂമിൽ നിന്ന് ശ്രമിച്ചു, നടന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഞായറാഴ്ച പൂജപ്പുര സെൻട്രൽ ജയിലിൽ, ഞാൻ ഇപ്രാവശ്യം തിരുവനന്തപുരം കൂടെ പോയപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ മുമ്പ് കൂടെ ഓട്ടോയിൽ പോയത് ഈ മൂശിയൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ. അപ്പോൾ ഈ മൃഗങ്ങളെ കാണാൻ വേണ്ടി കാഴ്ച ബംഗ്ലാവിൽ പോയപ്പോൾ അതിലെയാണ് പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇവിടെയാണല്ലോ അഫാൻ കിടക്കണത് എന്നിങ്ങനെ ആലോചിച്ച് അതിന് മുമ്പ് കൂടെ അങ്ങോട്ട് പോയപ്പോൾ. അപ്പോൾ ഞായറാഴ്ച എല്ലാ പ്രതികൾക്കും സിനിമ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറക്കുന്ന ഒരു പതിവുണ്ട് എന്ന്. അപ്പോൾ ഇവനെ നിരീക്ഷിക്കാൻ രണ്ടാളുണ്ടായിരുന്നു. പക്ഷെ അവരെന്തോ ഫോൺ വന്നപ്പോൾ മാറിപ്പോയി. ആ സമയത്താണ് പുറത്ത് വിരിച്ചിട്ടിരുന്ന ലുങ്കി എടുത്തിട്ട് പോയി ബാത്റൂമിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പലതും പറയുന്നത് എന്താണെങ്കിലും അഫാൻ മരിച്ചു കഴിഞ്ഞാൽ, അഫാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും സങ്കടം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ ക്രൂരതയാണ് അഫാൻ ചെയ്തത്. 10, 12, 13 വയസ്സുള്ള അവൻ്റെ അനിയനൊക്കെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുക. അതേമാതിരി തന്നെ ആ സ്നേഹിച്ച പെണ്ണ് ഫർസാന, ആ പെണ്ണിനെയൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ തലക്കടിച്ചു കൊല്ലുക. എല്ലാവരെയും, അവരെ രണ്ടുപേരെ മാത്രമല്ല, പക്ഷേ അവരെ രണ്ടുപേരെ പറയുന്നത് എന്താ വെച്ചാൽ ജീവിതത്തിൽ ഒന്നും അറിയാത്ത 2 പിഞ്ചു കുട്ടികളാണ് അവർ. ഇവനെ സ്നേഹിച്ചെന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ പെൺകുട്ടി ചെയ്തുള്ളൂ. ഇവൻ്റെ അനിയനായി ജനിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഇവൻ്റെ അനിയനായ കുട്ടിയും ചെയ്തുള്ളൂ. മറ്റുള്ളവർ വല്യമ്മ, മൂത്താപ്പ, മൂത്തമ്മ, പെറ്റമ്മാനെ തന്നെ എന്തോ ഒരായസിൻ്റെ ബലം കൊണ്ടാണ് ആ ഉമ്മ പോകാതിരുന്നത്. അല്ലെങ്കിൽ ആ ഉമ്മയും പോയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ പറയണ എത്രയോ തുന്നുകൾ 40 സ്റ്റിച്ചോ 48 സ്റ്റിച്ചൊക്കെ തലയിലുണ്ട് പറഞ്ഞിട്ട് ഇപ്പോഴും മെൻ്റലി ക്ലിയർ ആയിട്ടില്ല അഫാൻ്റെ ഉമ്മ. അതിലിടക്ക് പറയുന്നുണ്ട് എനിക്ക് മോനെ കാണണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ റഹീമക്ക് ഉറച്ച തീരുമാനത്തിൽ അവന് ചെയ്തതിനുള്ളത് അവൻ അനുഭവിക്കട്ടെ എന്ന് മാത്രമാണ് ആ മനുഷ്യൻ അന്നും ഇന്നും പറയുന്നത്. കാരണം അഫാൻ്റെ കാര്യത്തിൽ ഇനി ഉറപ്പില്ല. അഫാൻ എങ്ങനെ നീ ജീവിതത്തിലേക്ക് വന്നാൽ അഫാനെ കൊണ്ട് സംസാരിക്കാനോ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ വിചാരിക്കുന്നു കേട്ടോ, ഇനി എങ്ങനെയാവും, പടച്ചവൻ്റെ വിധിയല്ലേ. ചിലപ്പോൾ ഇതൊന്നും രക്ഷപ്പെട്ടു വന്ന് ഇനി ഇതിനെ അപ്പുറം ഇവൻ അനുഭവിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം 5 എണ്ണത്തിനെയല്ലേ ഈ വിധത്തിൽ അവൻ്റെ കുത്തിത്തളപ്പ് കൊണ്ട് ചെയ്തു പോയത്. കാരണം അവനൊരു മനുഷ്യനെ പോലെ ജീവിക്കുകയായിരുന്നെങ്കിൽ 10, 22 വയസ്സുള്ള ഒരു ചെക്കൻ അവൻ പോരെ ആ കുടുംബം നോക്കാൻ. അവൻ്റെ ജാളിത്തരം കൊണ്ടും അവൻ്റെ അഹങ്കാരം കൊണ്ടും അവൻ്റെ വേറെയുള്ള പല പ്രശ്നങ്ങളും, ഇപ്പോൾ ജയിലിൽ പോയതിന് ശേഷം പലതും പറയേണ്ട, അവൻ്റെ ഫോണിലൂടെ പലതും കിട്ടി എന്നുള്ള ലക്ഷങ്ങൾ അവൻ ചിലവാക്കേണ്ട. ഈ ലക്ഷങ്ങളൊക്കെ എന്തിനു പോയി, എങ്ങനെ പോയി, ഇതൊക്കെ ഇനിയിപ്പോൾ അന്വേഷിച്ച് അത് അഫാനും കൂടെ തീരുകയാണെങ്കിൽ അതോടുകൂടി ആ കേസ് അങ്ങ് തീർന്നു പോകും. അഫാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ ഇപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അഫാൻ തീരുകയാണെങ്കിൽ, എനിക്ക് സാധാരണ ഏതൊരു മനുഷ്യനും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ മരിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഏതോ ഒരു മൂലയിൽ ഒരു വേദന തോന്നും. പക്ഷെ അഫാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ചിന്തിക്കണമെന്ന് വെച്ചാൽ അഫാൻ ചെയ്തതിനുള്ള പ്രതിഫലമാണ് അഫാൻ അനുഭവിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര വേദന നിന്ന് ജീവിച്ചു. അതൊക്കെയും കാശ് കൊടുത്തവരും സ്വർണം കൊടുത്തവരും പണം കൊടുത്തവരും സ്നേഹിച്ചവരും പ്രസവിച്ചവരും കൂടപ്പറപ്പുകളും സ്നേഹിച്ച പെണ്ണും എല്ലാം ആയിട്ടും അവരെ വീട് വിറ്റാൽ തന്നെ 2 കോടിക്കൊക്കെ പോകുന്നവരുണ്ട്. എത്ര 45 ലക്ഷം 60 ലക്ഷം ഇനി 1 കോടി തന്നെ ഉണ്ടെങ്കിൽ തന്നെ ആ വീട് വിറ്റിട്ട് സുഖമായിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ഇപ്പോൾ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ പൂവച്ചൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
ആ പൂവച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1 സെൻറ്റിന് 1,00,000 ഉറുപ്പ്യുള്ള ഇതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല വീടും സ്ഥലങ്ങളും തന്നെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾ. കാരണം അഫാനാണ്, താഴെയുള്ള ഒരു ആൺകുട്ടിയാണ്, പെൺകുട്ടികളില്ല, വാപ്പ ഗൾഫിലാണ്. അപ്പോൾ ഈ കടങ്ങളൊക്കെ തീർത്ത എത്രയും സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരു കുടുംബം അവൻ എത്രയും പെട്ടെന്ന് കുറുക്ക് വഴിയിലൂടെ അതെല്ലാം തീർക്കാൻ വേണ്ടി ശ്രമിച്ചത് അവൻ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പോൾ അവനൊന്ന് അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണ്. പണ്ടൊക്കെ ആയിരുന്നു പണ്ട്. ഇന്നൊക്കെ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ദുനിയാവെന്ന് തന്നെ തീർത്തിട്ടാണ് നമ്മൾ പോണത്. പണ്ടൊക്കെ ഇപ്പോൾ ചില കാരണന്മാരൊക്കെ എപ്പോഴും പറയണേക്കാം പണ്ട് ഇപ്പം അല്ല ഇപ്പം കപ്പപ്പാണെന്ന്. എന്നമാതിരി തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് മക്കളായിട്ടും കുട്ടികളായിട്ടും അങ്ങനെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അവൻ ചെയ്ത മഹാഭാവമാണെന്ന് അവൻ്റെ മക്കൾ അനുഭവിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഇത് അതിനൊന്നുമില്ല. റബ്ബ് കൊടുക്കാതെ അവന് മക്കളുമില്ല കുട്ടികളുമില്ല ഒന്നും ആയിട്ടില്ല. അവൻ്റെ കുടുംബത്തിൽ തന്നെ കുറേ എണ്ണത്തിന് ഏറ്റവും കൂടുതൽ ആ കുടുംബത്തിൽ നിന്ന് വേദനിക്കുന്ന ആ റഹീമിക്കാണ്, അഫാൻ്റെ വാപ്പ. കാരണം ഉമ്മാക്കും ഈ പറയണ മാതിരി പുറത്തിറങ്ങണ്ട, എവിടെയെങ്കിലും ഇരുന്നാലും ഒരു ഭാഗത്തിരുന്നാൽ മതി. ആ മനുഷ്യൻ എവിടെയെല്ലാം പോകണം, എന്തെല്ലാം ചെയ്യണം. ആ വീടൊക്കെ വിറ്റ് സുഖമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ അഹങ്കാരത്തിൻ്റെ മൂർത്താവിലെത്തിയതല്ലേ അവൻ. അപ്പോൾ അവൻ അനുഭവിച്ച് തന്നെ ആവണം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവൻ അനുഭവിക്കണം. എന്ത് ചെയ്യാൻ പറ്റുന്നല്ല, അനുഭവിക്കണം. അനുഭവിച്ചിട്ടേ അവൻ പോകാൻ പാടുള്ളൂ. കാരണം തൂക്കിക്കൊല്ലുമ്പോഴൊക്കെ ഈ പറയുന്ന മാതിരി ഒരൊറ്റ വേദനയിൽ തീർന്നു പോകും. ഇപ്പോൾ എങ്ങനെയുള്ള വേദനകൾ അവൻ അനുഭവിക്കുന്നുണ്ടാവും. വിളിച്ചപ്പോൾ കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് അഫാൻ്റെ ശരീരം. അഫാൻ വിളിച്ചാൽ കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേ ന്യൂസ് 6 മണിയാകുമ്പോഴത്തേന് പറയും അഫാൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന്. അപ്പോൾ എന്താണെങ്കിലും നിർത്തുകയാണ്. ഞാൻ അവനക്കൊരു നല്ല വാക്കോ മറ്റുള്ളതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല. കാരണം അവൻ അത്രയും ക്രൂരതയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ എൻ്റെ വായിലും മനസ്സിലും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിക്കുമ്പോൾ നമുക്കല്ല ഈമാനോടുകൂടി അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം ആയുസ്സോടെ ഉണ്ടെങ്കിൽ.